സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ പണം 1448 കോടി ഇരിപ്പുണ്ട്. ഇത് സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയിൽ പറഞ്ഞു. എന്നാൽ ആ പണം എടുത്ത് ഉപയോഗിക്കരുതേ. ആ പണം കൈവശം വെച്ചിട്ട് എന്തുകൊണ്ടാണ് കേന്ദ്രം തരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ പ്രളയത്തിൽ 3000 കോടി കിട്ടിയിട്ട് 1000 കോടി പോലും എടുത്തില്ലല്ലോ. അതിനൊന്ന് മറുപടി പറഞ്ഞു പോകണം. അതോടൊപ്പം തന്നെ നേരത്തെ വെള്ളപ്പൊക്കത്തിൽ തന്നിരിക്കുന്ന 3000 കോടി 2100 കോടി വെറുതെ കളഞ്ഞു എന്നുള്ളൊരു വാചകം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇതില് അദ്ദേഹം ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യന് ഈ പറയുന്ന പോലെ ഇയാളുടെ കേസിൽ 100 രൂപയുണ്ട്, പിന്നെ എന്തിനാ 10 രൂപ ചോദിക്കുന്നത് എന്ന് ചോദിക്കുന്ന പോലെയാണ്. ഇവിടെ ഓരോ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഫണ്ട്. ഞാൻ ചോദിക്കട്ടെ, ദുരന്ത നിവാരണ നിയമം എന്ന് പറയുന്നൊരു നിയമമുണ്ടല്ലോ. ആ നിയമത്തിനകത്ത് ഈ പ്രിപ്പയർനെസ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിങ്ങിനുള്ള പണം എത്ര കൊല്ലം കൊണ്ടാണ് ചെലവഴിക്കേണ്ടത്? അദ്ദേഹം പറയട്ടെ, ജയസൂര്യ പറയട്ടെ. ഇദ്ദേഹം പറയുന്ന കേട്ടാൽ തോന്നുക ഈ പറയുന്ന പൈസ ഇപ്പോൾ 1400 ഉണ്ട്, അതിൽ 400 കൊണ്ട് എടുത്തു കൊടുത്തേ. അങ്ങനെയല്ലല്ലോ. നിങ്ങൾ ഇവിടെ കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകൾക്കും കൊടുക്കുന്ന പോലുള്ള പണം കേരളത്തിന് അവകാശപ്പെട്ടതാണ്. അതിനപ്പുറം ഒരു പൈസ വയനാടിന് കൊടുത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഏത് സ്ഥലത്താണ് ഈ പറയുന്ന ദുരന്ത നിവാരണ ഫണ്ട് ബാക്കിയില്ലാത്തൊരു സ്റ്റേറ്റിൻ്റെ പേര് പറയട്ടെ ജയസൂര്യൻ. കാരണം 4, 5, 6 കൊല്ലങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന പ്രിപ്പയർനെസ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിങ്ങിന് പണം ചെലവഴിക്കാനാവുക. അതാണ് ശ്രീ ജയസൂര്യൻ എടുത്ത് ഉപയോഗിക്കാൻ അങ്ങ് പറ്റില്ല, ആകത്തുകയുണ്ട് എന്ന കണക്ക് പറഞ്ഞിട്ട് കാര്യമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് SDRFന്റെ പണം മാനദണ്ഡപ്രകാരം ഒരു വീട് തകർന്നാൽ 1,30,000 രൂപ കൊടുക്കാം. അതാണ് കേന്ദ്ര മാനദണ്ഡം. കേരളത്തിൽ 1,30,000 കൊണ്ടാകുമോ ഒരു വീട്? ഇല്ല. അപ്പോൾ അതിലപ്പുറം ആ SDRF ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കാനുള്ള അധികാരം സംസ്ഥാനത്തിനുണ്ടോ? എന്നാൽ ആ അധികാരം നൽകൂ. അതില്ലല്ലോ. പിന്നെ ഈ തുകയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്, തൊടാൻ പറ്റില്ല. അതുണ്ടല്ലോ. ഇല്ല, ആ തുകയിൽ നിന്ന് തൊടാൻ പറ്റില്ല. 1,30,000 കൊടുക്കാൻ പറ്റുമോ? താങ്കൾ പറയൂ, കൊടുക്കാൻ പറ്റുമോ? SDRFിൽ നിന്ന് എടുത്ത് കൊടുക്കാമോ? SDRFിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റുന്ന തുക കൃത്യമായിട്ട് പറഞ്ഞാൽ 445 കോടി രൂപ കേരള ഗവൺമെന്റിന്റെ കൈവശമുണ്ട്. അത് SDRFിൽ നിന്നെടുത്ത് കൃത്യമായി സർക്കാരിന് കൊടുക്കാം. ഇത് മാത്രമല്ല, NDRFിൽ നിന്ന് കൊടുത്ത 155.6 ഒരു വീട് തകർന്നാൽ 1,30,000 ഒരു വീട് തകർന്ന ഒരാൾക്ക് കിട്ടൂ എന്നേ. അതുകൊണ്ട് എങ്ങനെയാണ് വീടുണ്ടാക്കുക? ഒന്ന് പറയൂ. അതിലപ്പുറം കൊടുക്കാൻ വ്യവസ്ഥയില്ല. ആ മാനദണ്ഡം അനുസരിച്ച് വീടുണ്ടാക്കുന്നതിനേക്കാൾ വ്യവസ്ഥയില്ലെന്ന് ആര് പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ രാജ്യത്ത് ഒരു ദുരന്ത നിവാരണവും നടക്കില്ലല്ലോ. വ്യവസ്ഥ ഇവിടെയുണ്ട്, പണം ഇവിടെയുണ്ട്, കൊടുക്കാനുള്ള മനസ്സ് സംസ്ഥാന സർക്കാരിനില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 3000 കോടി പ്രളയത്തിന് കിട്ടിയിട്ട് 900 കോടി. ഞാൻ ഇതിന്റെ കാര്യം വിശദമാക്കൂ. SDRF ഫണ്ടിൽ നിന്നും അല്ലല്ല, കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് ഒരു വീട് തകർന്നാൽ SDRF ഫണ്ടിൽ നിന്നും എത്ര തുക കൊടുക്കാം? താങ്കൾ പറയൂ. എത്ര തുക കൊടുക്കണമെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചാൽ അത്രയും തുക കൊടുക്കാം. അത് സംസ്ഥാന സർക്കാർ തീരുമാനിച്ച് അതിന്റെ കണക്കെടുത്ത് അത് കേന്ദ്രത്തിന് കൊടുക്കണം. അത്ര മാത്രമേ ഉള്ളൂ. അതായത് ഉത്തർപ്രദേശ് വീടുണ്ടാക്കുന്നത് പോലെയോ ഒറീസയിൽ വീടുണ്ടാക്കുന്ന പോലെ അല്ല കേരളത്തിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ അല്ലെന്ന് ഞാൻ പറയട്ടെ, അതിനിടയ്ക്കെന്താ ഇടപെടുന്നത്? അതായത് ഒറീസയിലും ഉത്തർപ്രദേശിലും വീടുണ്ടാക്കുന്ന ചെലവല്ല കേരളത്തിലുള്ളത്, കൂടുതലാണ്. അതിന്റെ കണക്ക് കൃത്യമായിട്ട് കണക്കാക്കിയിട്ട് കേന്ദ്രത്തിലേക്ക് കൊടുക്കാനുള്ളതാണ് ഇവിടെ സംസ്ഥാന സർക്കാരിനെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ആ പണി സംസ്ഥാന സർക്കാർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കൈവശമുള്ള 445 കോടി പോലും എടുക്കാൻ പറ്റാത്തത്. കേരളത്തിലെ സാഹചര്യത്തിലുള്ള ഈ അഡ്വാൻസ് തുക പോലും ചെലവഴിക്കാതിരിക്കുന്നത്. കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ചുള്ള കണക്കാണ് കൊടുത്തിരിക്കുന്നത്. കൊടുത്താ പോരാ. അതെന്നെ ആ കണക്ക് ഇവിടെ കണ്ടു. ഒരു ശവശരീരത്തിന് 75,000 രൂപ. ഒന്ന് പറയട്ടെ, ഓഗസ്റ്റ് 19 ആവശ്യപ്പെട്ടത് 214.68 കോടിയാണ്. അതായത് ഈ അവശിഷ്ടങ്ങൾ എടുത്തു മാറ്റാനുള്ള 36 കോടി അടക്കമുള്ള തുകയാണ് ചോദിച്ചത്. കിട്ടിയത് എത്രയാണ്? 153.47 കോടിയാണ്. അതിന് കാരണം എന്താ? അനുവദിക്കുന്ന തുകയിൽ നിന്ന് സംസ്ഥാനത്തെ SDRF ഫണ്ടിലെ അവശേഷിക്കുന്ന തുകയുടെ 50% വെട്ടിക്കുറച്ചേ പണം നൽകൂ എന്നാണ് വ്യവസ്ഥ. അതൊന്നും വയനാട് ഫണ്ടല്ലെന്ന്. അല്ല, SDRF ഞാൻ പറഞ്ഞു, വയനാട് ഫണ്ടല്ല, SDRF അല്ലെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ചോദ്യം എന്നോടല്ലേ? ഞാൻ പറഞ്ഞിട്ട് SDRF ഫണ്ട് എന്ന് പറയുന്നത് വയനാട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമമില്ലല്ലോ.
ഈ സംസ്ഥാനത്ത് എവിടെ എന്ത് ദുരന്തമുണ്ടായാലും ഉപയോഗിക്കാമല്ലോ. അതിന് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമുണ്ടല്ലോ. അത് മാത്രമല്ലല്ലോ, ഇനിയിപ്പോ നിങ്ങൾ പറയുന്ന വാദത്തിന് വേണ്ടി തന്നെ അംഗീകരിച്ചാൽ പോലും ഞാനൊന്ന് പറഞ്ഞോട്ടെ, സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പിരിഞ്ഞു വന്ന 665.76 കോടി രൂപയുണ്ടല്ലോ, ഒരു കേന്ദ്രത്തോട് ഒരു അനുവാദവും ചോദിക്കണ്ടല്ലോ. ആ 665.76 കോടി രൂപയിൽ തൊട്ടില്ലല്ലോ. അത് പിന്നെ എന്തുകൊണ്ടാ? അപ്പൊ അതിന് കേന്ദ്രത്തെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? സംസ്ഥാന സർക്കാരിന്റെ കൈവശം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിഞ്ഞു വന്ന 665.76 കോടിയെ തൊടാത്തത് എന്താ? കേന്ദ്ര മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാനുള്ള തട്ടിപ്പല്ലേ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.